പിന്നെ നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നവർ ഇപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എനിക്ക് ആളുകൾ ഇങ്ങനെ ഇടയ്ക്ക് പ്രിസ്ക്രിപ്ഷൻ വിട്ടു, ഇത് കൊണ്ടുവരാൻ പറ്റുമോ, ഈ മരുന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ. ഇതിലൊക്കെ ഞാൻ കണ്ട കോമൺ ആയ മരുന്ന് ഗാബാപെൻറ്റിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നാട്ടിൽ ന്യൂറോപ്പതിക് പെയിൻ, നെർവ് പെയിനൊക്കെ അത് നന്നായിട്ട് എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ കുറേ പ്രിസ്ക്രിപ്ഷനിൽ അത് കാണുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഗാബാപെൻറ്റിനും പ്രിഗാബാലിനും. ഓക്കെ, ഈ 2 മരുന്നുകൾ ആൻറ്റി കൺവൾസൻ്റ് എന്ന് വെച്ചാൽ എപ്പിലെപ്സി, സീഷർ, ഇതിനൊക്കെ എന്ന് വെച്ചാൽ അപസ്മാരം, ഇതിനൊക്കെ ഉള്ള ക്ലാസ്സിൽ വരുന്ന മരുന്നാണ്. പക്ഷേ ഇത് ന്യൂറോപ്പതിക് പെയിന് നന്നായിട്ട് എഴുതുന്നുണ്ട്, അതിന് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും പ്രിഗാബാലിൻ നല്ല സ്ട്രിക്റ്റാണ്. ലിറിക്ക എന്നുള്ള ബ്രാൻഡ് നെയിമാണ്. ഇത് രണ്ടും കണ്ടൻറ്റ് നെയിമാണ്. ബ്രാൻഡ് നെയിം നിങ്ങൾ ചെക്ക് ചെയ്യണം, കാരണം നാട്ടിലൊക്കെ ഓരോന്നിനും ഓരോ ബ്രാൻഡ് നെയിമാണ്. ഐ മീൻ ഒരു മരുന്നിന് തന്നെ കുറേ ബ്രാൻഡ് നെയിം ഉണ്ടാവും. അപ്പം ഈ 2 മരുന്നുകൾ കൊണ്ടുവരികയാണെങ്കിൽ അവനാൻ്റെ യൂസിനാണെങ്കിൽ മാത്രം കൊണ്ടുവരാം. വിസ്റ്റ് പീസ് ഒന്നും കൊണ്ടുവരാനേ നിൽക്കണ്ട. കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു മാസത്തിലോ അല്ലെ 1 മാസമൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കഴിയുന്നതും പ്രീ അപ്രൂവൽ എടുത്തിട്ട് കൊണ്ടുവരാം. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ മെഡിക്കൽ കണ്ടീഷനൊക്കെ വെച്ചിട്ട് പ്രീ അപ്രൂവൽ എടുത്തിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഖത്തറിന് തന്നെ വാങ്ങുന്നതായിരിക്കും നന്നാവുക. അവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ലിറിക്ക പ്രിഗാബാലിനൊക്കെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ആ ബുക്കിൽ സ്പെഷ്യലി എഴുതണം. ഗാബാപെൻറ്റിനും ഇവിടെ കൺട്രോൾഡാണ്, പക്ഷെ പ്രിഗാബാലിൻ്റെ അത്ര സ്ട്രിക്റ്റില്ല. പക്ഷേ ഈ 2 മരുന്നും എന്തുകൊണ്ടാണ് പിടിക്കുകയെന്ന് വെച്ചാൽ ഇത് ആൾക്കാർ ഇത് കൊണ്ടുവന്ന് ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മറ്റു സാധനങ്ങളും ഡ്രഗ്സിലൊക്കെ മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ നല്ല എഫക്റ്റാണ്. പിന്നെ അല്ലാതെ തന്നെ മിസ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 മരുന്നുകളും വളരെ സ്ട്രിക്റ്റാണ്. ഗാബാപെൻറ്റിനും പ്രിഗാബാലിനും ഇത് കണ്ടൻറ്റ് നെയിമാണ്. ബ്രാൻഡ് നെയിം നമ്മുടെ നാട്ടിലുള്ള ഏതാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.